ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പച്ചക്കായും ഉണക്കമീനും ചേർത്തിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് പച്ചക്ക. ഇത് ഒരു പാളയംതോണം പഴത്തിൻ്റെ കായാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉപ്പൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത മത്തി ഉണക്കമീനാണ്. അപ്പോൾ ഞങ്ങൾ കരുവാടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഉണക്കമീനും പച്ചക്കായും ചേർത്തിട്ടാണ് ഇന്ന് നമ്മൾ അവിയലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. കായൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നീളത്തിന് മുറിച്ചൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണത്തിൻ്റെ പാകത്തിനാണ് ഇത് മുറിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള ആവശ്യമുണ്ട്. അപ്പോൾ ഈ സവാളയും കൂടി നമുക്ക് നീളത്തിന് മുറിച്ച് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി ഇടുന്നത് നമുക്ക് അതിന് പകരം പച്ചമുളകോ കാന്താരിമുളകോ ഏത് വേണമെങ്കിലും ചേർക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തോരനേക്കാളും ഒരു ശകലം കൂടി അരഞ്ഞു കിട്ടണം. അപ്പോൾ എന്താ ഈ പരുവത്തിന് നമുക്കിതൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ ഞങ്ങൾ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കായുടെ കറ ഒന്ന് മാറി കിട്ടാനാണ് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അവിയലൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കായുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കായുടെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഈ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നേരത്തെ കാണിച്ച സവാള ഞാനൊന്ന് നീളത്തിന് മുറിച്ച് വെച്ചിരുന്നു. ആ സവാളയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നമ്മൾ അരച്ച് തയ്യാറാക്കി വെച്ചില്ലേ അരപ്പ്, ആ അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ വീത്തി കൊടുക്കാം. ഈ വെള്ളം കൂടി നമുക്ക് വീത്തിയിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമീനാണല്ലോ ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ ഉണക്കമീനിൽ ഉപ്പുണ്ട്. അപ്പം വളരെ കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാനൊരു 3 ഉണക്കമീനാണ് ചേർക്കുന്നത്. ഈ ഉണക്കമീൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വേറെ ദൂഷ്യങ്ങളൊന്നുമില്ല. ഈ ഉണക്കമീൻ ഇതിലേക്ക് ചേർക്കണം. അതിനായിട്ട് ഈ ഉണക്കമീൻ്റെ മുള്ള് നമുക്ക് മാറ്റിയെടുക്കണം. ഇത് മുറിച്ചിടുകയോ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് നമുക്ക് കൈകൊണ്ട് പിച്ചിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് ഞാൻ പിച്ചിയാണ് മുള്ള് മാറ്റിയിട്ട് ഇതിൻ്റെ ചതയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഉണക്കമീനും നമുക്ക് മുള്ള് മാറ്റിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉണക്കമീനെല്ലാം ഇട്ട് കഴിഞ്ഞു. അതിൻ്റെ മുള്ള് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് വീത്തി അടുപ്പിലേക്ക് വെച്ച് വേവിക്കാം. ഇത് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഫുൾ തീയിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കാരണം ഈ മൺചട്ടി ആയതുകൊണ്ട് ഇത് അടിയിലോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് നമുക്ക് വേവിക്കാം. വെള്ളം എല്ലാം നമ്മൾ ഒഴിച്ച വെള്ളം ഏകദേശം വറ്റി വരുമ്പോഴത്തേക്കും ഇത് വേവും. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി വീത്തി കൊടുത്താൽ നമ്മുടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പച്ചക്കായും ഉണക്കമീനൊക്കെ ചേർത്ത് വയ്ക്കുന്ന അവിയൽ നമുക്ക് ഉച്ചയുടെ കൂടെയൊക്കെ വളരെ രുചികരമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ പച്ചക്ക ലഭിക്കുകയാണെങ്കിൽ ഇതുപോലെ അവിയലുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു.